നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ഭരണത്തിൽ ഇനി പിണറായി ഷോ വേണ്ടേ വേണ്ട എന്നാണ് CPIയുടെ നിലപാട്. പിണറായി ഷോ കണ്ടു മതിയായാണ് ജനങ്ങൾ നമ്മൾക്കെതിരെ വോട്ട് ചെയ്തത് എന്നാണ് CPI നേതാക്കൾ ഇടതുമുന്നണി യോഗത്തിൽ പറയുന്നത്. അതുകൊണ്ട് ഇനി പിണറായിയുടെ ഷോ ഇറക്കിയാൽ ജനങ്ങൾ ചുട്ട മറുപടി നൽകും. ഇനി കൂട്ടായ നേതൃത്വമാണ് LDFനെ നയിക്കേണ്ടത്. LDF നേതൃത്വമാണ് LDF മുന്നണിയുടെ മുഖമുദ്ര, അല്ലാതെ പിണറായി വിജയൻ മാത്രമല്ല എന്നാണ് ഇപ്പോൾ CPI നേതാക്കൾ പറയുന്നത്. ഗ്രഹണകാലത്ത് ഞാഞ്ഞൂളിന് സീർക്കാരമുണ്ടാകും, ഞാഞ്ഞൂൾ പത്തി വിടർത്തുമെന്നാണല്ലോ പറയുന്നത്. ഇപ്പോൾ പിണറായിക്കൽപ്പം ഗ്രഹണകാലമാണ്. അതാണ് CPI എന്നുള്ള ഞാഞ്ഞൂൾ പത്തി വിടർത്തി ആടുന്നത്. CPI പറഞ്ഞിരുന്നതിനും യാതൊരു കഥയില്ലെന്നും പിണറായി തന്നെയാണ് ഞങ്ങളുടെ നേതാവെന്നും മുന്നണിയുടെ നേതാവെന്നും ശിവൻകുട്ടി സാറ് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ എന്നാൽ CPI ഒന്ന് പിടിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ 9 വർഷമായി തങ്ങളെ ചവിട്ടിക്കൂട്ടി മൂലക്കിട്ട് തങ്ങൾ പോലും അറിയാതെ തങ്ങളുടെ പേരിൽ തീരുമാനങ്ങളെടുത്ത് നടപ്പിലാക്കുന്ന പിണറായി വിജയനെ പിടിക്കാൻ പറ്റിയ സമയം ഇതാണെന്ന് CPIക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ഇനി വലിയ ഷോ ഒന്നും മറക്കണ്ട, ഞങ്ങളും കൂടി അറിഞ്ഞ് തീരുമാനിച്ച് LDFൽ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ CPI ബലം പിടിക്കുന്നത്. കാരണം സിസ തോമസിനെ വൈസ് ചാൻസലറാക്കി വെച്ചത്, അപ്പോയിന്റ് ചെയ്തത് ഗവർണറും മുഖ്യമന്ത്രിയും നടത്തിയ ചർച്ചയ്ക്ക് ശേഷമായിരുന്നു. സിസ തോമസിനെതിരെ വലിയ ചന്ദ്രഹാസം വിളക്കിക്കൊണ്ടാണ് SFIക്കാർ റോഡ് മുഴുവൻ നടന്ന് പ്രതിഷേധിച്ചത്. സംഘി ഗവർണറെ തടയും, സംഘി VCയെ തടയും എന്നൊക്കെ വലിയ വീരവാദം മുടക്കി അട്ടഹാസം വിളക്കിക്കൊണ്ട് SFIക്കാർ പ്രകടനം നടത്തി ചൂടാറുന്നതിന് മുമ്പാണ് സിസ തോമസിനെ വൈസ് ചാൻസലറാക്കി വയ്ക്കാൻ പിണറായി ഗവർണർക്ക് മുന്നിൽ സമ്മതിച്ചത്. ഇതോടുകൂടി തന്നെ CPIക്ക് കാര്യം മനസ്സിലായി. ഏതായാലും ജനങ്ങൾ മുഖമടച്ച് അടിതന്നു. ഇനിയും ഇത്തരം കാര്യങ്ങളുമായി, ഇത്തരം ധാർഷ്ട്യങ്ങളുമായി, ഇത്തരം ഒറ്റ ബുദ്ധിയുമായി, അല്ലെങ്കിൽ ഇത്തരം ഏകപക്ഷീയമായ നിലപാടുമായി പിണറായി വിജയൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ CPI എന്നുള്ള പാർട്ടിയുടെ പൊടി പോലും അടുത്ത തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകില്ല. ഇത് മനസ്സിലാക്കിയപ്പോഴാണ് ബിനോയ് വിശ്വം ഒന്ന് പ്രതികരിക്കാൻ ശ്രമിച്ചത്. ബിനോയ് വിശ്വം പ്രതികരിക്കാൻ ശ്രമിച്ചപ്പോഴേക്കും ശിവൻകുട്ടിയെ പോലെ പിണറായിയുടെ ജീവപര്യന്ത ലോയലിസ്റ്റുകൾ ഉടൻ തന്നെ റോട്ടിലിറങ്ങുകയും ബിനോയ് വിശ്വത്തെ വെല്ലുവിളിക്കുകയും ചെയ്തു. CPIക്കാർ അങ്ങനെ വലിയ കളിച്ച് ആളാവണം, ഞങ്ങളിലൊക്കെ പിന്തുണയിലല്ലേ നിങ്ങളൊക്കെ മന്ത്രിയും MLAമാരും അടിയിരിക്കുന്നത്, CPMന്റെ വോട്ടില്ലെങ്കിൽ നിങ്ങളൊക്കെ എങ്ങനെ മന്ത്രിയാകാനെന്നുള്ള രീതിയിലാണ് CPI നേതാക്കൾ CPIക്കാരെ കളിയാക്കുന്നത്. പിണറായിക്കും ഈ CPIക്കാരെ വലിയ വിലയൊന്നുമില്ല. ജോസ് കെ മാണിക്കുള്ള വില പോലും CPIക്കാർക്ക് പലപ്പോഴും പിണറായി വിജയൻ കൊടുക്കാറില്ല എന്നാണ് CPIക്കാർ തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ വൈരാഗ്യവും വിഷമവും എല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ പിണറായി ഷോ മതിയായി എന്നുള്ള ഒരു സീൽക്കാരവുമായി, ഒരു രോഷപ്രകടനവുമായി CPI നേതാക്കൾ രംഗത്ത് വരുന്നു. പക്ഷേ പിണറായി വിജയൻ കണക്ക് കൂട്ടിയിട്ടില്ല, അതൊന്നും കണക്കിലെടുത്തില്ല. കാരണം അടുത്ത തെരഞ്ഞെടുപ്പിലും CPIക്കാർക്ക് ജയിക്കണമെങ്കിൽ CPMന്റെ വോട്ട് വേണം. പിണറായി വിചാരിച്ചാൽ ഈ CPIയുടെ ഒറ്റ സ്ഥാനാർത്ഥികളും നിയമസഭയിൽ മത്സരിച്ച് ജയിച്ച് എത്തുകയുമില്ല, അതും അവർക്കറിയാം. അതുകൊണ്ട് ജനങ്ങളുടെ മുന്നിലെങ്കിലും അല്പം ഒന്ന് പിടിച്ചു നിൽക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഇനി പിണറായി ഷോ ഒന്നും വേണ്ട എന്നുള്ള അട്ടഹാസമൊക്കെ CPIക്കാർ മുഴക്കുന്നത്. പക്ഷേ പിണറായിക്കറിയാം CPI ഓടിയാൽ ഇവിടം വരെ ഓടുകയുള്ളൂ, പോത്തോടിയാൽ പടിവരെ എന്ന് പറയുന്ന പോലെ ബിനോയ് വിശ്വവും കൂട്ടിനും ഓടിയാൽ എവിടം വരെ ഓടുമെന്ന് നന്നായി പിണറായിക്കറിയാം. അതുകൊണ്ട് ഈ പിണറായി ഷോ വേണ്ട എന്നുള്ള CPIയുടെ പേടിപ്പെടുത്തലൊക്കെ, ഭീഷണിയൊക്കെ അങ്ങ് കക്ഷത്തിൽ വെച്ചാൽ മതി എന്നാണ് CPI നേതാക്കൾ പറയുന്നത്. പിണറായി വിജയൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. CPIക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് മാറിയിരുന്ന് കരഞ്ഞോ എന്നാണ് ഇപ്പോൾ CPI നേതാക്കൾ പകുതി തമാശയായും കാര്യവുമായും പറയുന്നത്.